ഭീഷണിയും കയ്യാങ്കളിയും കൈമുതലാക്കിയ ഒരേയൊരു പാർട്ടിയാണ് CPM എന്നത് വീണ്ടും അനർത്ഥമാക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ അന്നം മുട്ടിക്കാൻ വരെ CPMകാർക്ക് മടിയില്ല. CPM സംഘടിപ്പിച്ച പരിപാടിക്ക് പോകാത്തതിന്റെ പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളിയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും പറഞ്ഞുവിട്ടു. കണ്ണൂർ പേരാവൂരിലാണ് സംഭവം. CPMന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു എന്ന ഒറ്റ കാരണത്താൽ തൊഴിലാളിയെ പണിയിൽ നിന്നും ഇറക്കിവിടുകയായിരുന്നു. കണ്ണൂർ പേരാവൂർ മുരിങ്ങോടിയിലെ ലക്ഷ്മി എന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളിക്കാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന CPM സമരത്തിൽ ലക്ഷ്മി പങ്കെടുത്തിരുന്നില്ല. എന്നാൽ പിറ്റേന്ന് ജോലിക്കെത്തിയ ലക്ഷ്മിയോട് പണിക്ക് വരേണ്ടതില്ലെന്നും സമരത്തിന് പോയവർ മാത്രം വന്നാൽ മതിയെന്നും അധികൃതർ ആജ്ഞാപിക്കുകയായിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പണി കുറവാണെന്നും അതുകൊണ്ട് സമരത്തിന് പോയവർക്ക് മുൻഗണന നൽകാനാണ് തീരുമാനമെന്നുമാണ് ഇതിന് അധികൃതർ നൽകിയ വിശദീകരണം. ഒരു നേരത്തെ അന്നത്തിനായി വിയർപ്പൊഴുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികളെ അവരുടെ ഒരു ദിവസത്തെ കൂലി പോലും നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ ജാഥകളിൽ പങ്കെടുപ്പിക്കുന്ന പ്രവണത CPM ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജാഥ തൊഴിലാളികളാണെന്നാണ് CPMന്റെ വിചാരം. ജാഥയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടി ആളുകളുടെ വയറ്റത്തടിക്കുന്ന CPMന്റെ രീതിക്ക് ഇനിയെങ്കിലും അറുതി വരുത്തണം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണി ജാഥയ്ക്ക് നീളം കൂട്ടലല്ല എന്ന് CPM പ്രത്യേകം ഓർക്കണം. ലക്ഷ്മിയമ്മയുടെ പ്രതികരണം കൂടി ചേർക്കുന്നു. അത് നമ്മളെ ഇവിടെ മിഞ്ഞാന്ന് നമ്മൾ തൊഴിലാളികൾ എല്ലാവരും കൂടി തീരുമാനം എന്താണെന്ന് വെച്ചാൽ സമരത്തിന് പോയി കഴിഞ്ഞാൽ അവർ മാത്രം പണിക്ക് വന്നാൽ മതി എന്നാ പറഞ്ഞു. അതെ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചുവിട്ടെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മേലെ നിർദ്ദേശം കിട്ടീനി? ഇല്ല, ഇവിടെ തൊഴിലാളികൾ എല്ലാവരും കൂടി എടുക്കണം. അല്ല, തൊഴിലാളികൾ ഇത് ഒരു പാർട്ടിയെ രാഷ്ട്രീയപരമായിട്ട് കൊടുക്കുന്ന തൊഴിലുറപ്പല്ലല്ലോ, നമ്മൾ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് വരുന്നതല്ലേ. അന്നേരം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക? അതങ്ങനെ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് കുറെ ആൾക്കാർ 42 പണിയേ ഉണ്ടായിട്ടില്ലേ, ഇന്നുകൊണ്ട് പണി തരുന്നതാണ്. ഓക്കെ, അപ്പൊ 42 പണി ആയതുകൊണ്ട് ഇന്നലെ തൊഴിലുറപ്പ് സമരത്തിന് വരാത്ത ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പണി കൊടുത്ത്. അപ്പൊ ഇന്ന് ഉഷയിച്ച് പണി എടുത്തില്ലേ? ഉഷയിച്ച് പക്ഷേ ഇന്നലെ സമരത്തിന് വന്നിട്ടില്ലല്ലോ. അതെയോ? അപ്പൊ ഇന്ന് ഒഴിവാക്കാനുള്ള കാരണം ഇത് തന്നെയാണ്, സമരത്തിന് വരാത്ത കാരണം തന്നെയല്ലേ? 3 ദിവസം 4 ദിവസമായിട്ട് പണിക്ക് വന്നിട്ടേ ഇല്ല. അല്ല, അങ്ങനെയല്ല, ഇന്ന് വന്നിട്ട് തിരിച്ചയക്കാനുള്ള കാരണം ഇതല്ലേ? മറ്റേ ഇന്നലത്തെ സമരത്തിന് ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചേ. ഒരു വന്നിട്ട് തിരിച്ചയക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നലത്തെ സമരത്തിന് വരാത്ത നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ. അത് തന്നെയല്ലേ, കൺഫേം അല്ല? അത് തന്നെയല്ല റീസൺ? അത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചെയ്യുന്നതല്ല. സമരം ചേച്ചി, സമരം രാഷ്ട്രീയപരമായിട്ട് ചെയ്യുന്നതാണ്. ശരി, ഓക്കെ. അപ്പൊ 42 ഞാൻ പറയട്ടെ, ഇത് 42 പണിയാണ് ഉണ്ടായി നമുക്ക് ഓൾറെഡി ഉള്ളത്. ഇന്നത്തെ മാസത്തോട് 42 പണിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അന്ന് നമ്മൾ ലാസ്റ്റ് ദിവസം വന്നത് 49 ആള് പണിക്കുണ്ടായിരുന്നു. അപ്പൊ 49 ആള് എടുത്ത് നമുക്കിവിടെ പണി എടുക്കാനില്ല. അപ്പൊ 42 ആള് അപ്പൊ ആരും പിന്മാറുന്നില്ല. അപ്പൊ അന്നേരം പറഞ്ഞ സമരത്തിന് നമുക്ക് പോകുന്നവർക്ക് മാത്രം എടുക്കാവുന്ന രീതിയിലാണ് നമ്മള് ഈ മേറ്റുമാരെ അങ്ങനെയല്ല, തൊഴിലാളികൾ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചാണ്. പിന്നെ അന്ന് സമരത്തിന് പോകുന്നവർ മാത്രം എന്നാ പണിയെടുക്കട്ടെ. അപ്പൊ ഇന്ന് പണിയെടുക്കുന്ന ബാക്കി ഉഷയിച്ചെടുക്കുക, ബാക്കി എല്ലാവരും സമരത്തിന് പോയ ആൾക്കാർ, എല്ലാവരും സമരത്തിന് പോയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. പണിയും കുറവല്ലേ? അല്ല, പണി കുറവ് കൂടുതലൊന്നുമില്ല. ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം ഞാൻ BJPന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു കോളനിയിലുള്ള ഒരു അമ്മേനെയാണ്, ഒരു സഹോദരിനെയാണ് നിങ്ങൾ ഇന്ന് പണിയില്ലാന്ന് ഒഴിവാക്കി വിട്ടത്. അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും നിങ്ങൾക്ക് ഏകദേശം അറിയാലോ. ഞാനുണ്ട് CPMന്റെ സമരത്തിൽ പങ്കെടുക്കാത്തതിന് തൊഴിലുറപ്പ് തൊഴിലാളിയെ ജോലിയിൽ നിന്ന് തിരിച്ചയച്ചതായി പരാതി. കണ്ണൂർ പേരാവൂർ മുരിങ്ങോടി വനവാസി ഉന്നതിയിലെ ലക്ഷ്മിയെയാണ് തിരിച്ചയച്ചത്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരപരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിലാണ് നടപടി. സമരത്തിന് എന്നിട്ട് നമ്മൾ പോകുമ്പോൾ ഞമ്മക്ക് പണിയില്ല. സമരത്തിന് പോയാലേ പണി തരുമെന്ന് പറയുന്നു അല്ലേ? സമരത്തിന് നീ വന്നിട്ടില്ല, ഇന്ന് പണി നടക്കണ്ട. അങ്ങനെ പറഞ്ഞല്ലേ? ഞാൻ പാടാ എന്റെ കണക്കും കൊടുത്തു. ഞാനും പറഞ്ഞു എന്റെ ബുക്കും